ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ തോന്നാൾക്ക് ശേഷം നമ്മൾ വീഡിയോയിലേക്ക് പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഫിഷ് ടാങ്കിലെ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് വാട്ടർ പ്ലാന്റ് ഉണ്ട്. അതിന് ഭയങ്കര തന്നെയാണോ ഫോക്സ് ടെയിൽ കണക്ക് എന്നാലും നട്ടാണ് വെക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, ഇതിങ്ങനെ ഭയങ്കര നീളമാണ്. നീളമില്ലാതെ കിടക്കാൻ ഡാമേജ് വരുന്നുണ്ട്. ഇത് കണ്ടോ, എന്നാൽ ഇത് വെച്ച് ചെറുതാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഞാൻ അടർത്തി എടുത്ത് നട്ടതാണ്. പിന്നെ അത്യാവശ്യം ഹെൽത്തിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് അതിന് ഫ്രഷായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് കാര്യം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രമ്മില്ലേ, ഇതാണ് ഇങ്ങനത്തെ ഒരു ഡ്രം. 15 ലിറ്ററിൻ്റെ ഒക്കെ 15-25 ഒക്കെ അതേ കണക്കിട്ട് ലിറ്റർ ടാങ്കിൻ്റെ ബേസ് ഭാഗം, അതായത് മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന സോൾഡറാണ്. കാരണം വെച്ചാൽ ഞാൻ കുട്ടിയില്ലേ, അപ്പം കട്ടിങ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഷോൾഡർ എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഷോൾഡർ വെച്ച് കട്ട് ചെയ്ത് തുടങ്ങാം. സഞ്ഞി നമുക്ക് ഇതിലോട്ട് ഇത് ഒരുക്കി കൊടുക്കാം. ഒരുക്കി ഓട്ടോയിട്ട് കൊടുക്കാം. എന്നുകൊണ്ട് ഇവിടെ നിന്നാണ് കേട്ടോ ഓട്ടോയിട്ട് കൊടുക്കുന്നത്. അടുപ്പിച്ച് തോന്നുന്നു ഓട്ടോയിട്ട് കൊടുക്കാം. അടുപ്പിച്ച് വലിയ പ്രശ്നം തോന്നിയില്ലായിരിക്കും. ഞാനിങ്ങനെ ഓട്ടോ ഇട്ടിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പിച്ചാത്തി എടുത്ത് വെച്ച് ഓട്ടോൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ കൊച്ചു വെച്ചതുകൊണ്ട് ഇതേ കണക്കത്തെ തോന്നുന്ന ലൈൻസ് ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് കളയാനാണ്. പിന്നെ പിച്ചാത്തിയാലോന്നൊരു സംശയമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നൈസാണ് ഇടം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഓക്കെ. പറ്റുമെങ്കിൽ സോൾഡർ ഇട്ട് തന്നെ ഓർഡർ ഇത് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഇത് അത്യാവശ്യം പാടാം. അത്യാവശ്യം നല്ല പാടാനായിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. അതിൽ കുത്തി കയറ്റി എല്ലാം അത്യാവശ്യം സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പിന്നെ 10 വയസ്സിൻ്റെ മുകളിലുള്ളത് മാത്രം ഇത് ശ്രമിച്ച് നോക്കുക. പിന്നെ ടൂൾസ് ഹാൻഡിൽ ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രം. പിന്നെ കൊച്ചുങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ചെയ്യണമെന്നുണ്ടെങ്കിൽ അച്ഛനെയോ അമ്മേനെയോ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 5 ആണ്. ഇന്ന് സബ്സ്ക്രൈബ് ടാർഗറ്റ് 3 ആണ്. എല്ലാവർക്കും ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്കൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്കിത് കൂട്ടിട്ട് കഴിഞ്ഞിട്ടാണ്. ഹലോ ഗൈസ്, അങ്ങനെ തോന്നിയെടുത്ത് കഷ്ടപ്പാടിനോട് ഫുൾ കൂട്ടിട്ടെടുത്തു. നമുക്ക് വെട്ടണം. എന്നിട്ട് വെച്ച് ഈ ആക്സോ ബ്ലേഡ് കണക്കത്തെ ഒരു പിച്ചാത്തിയാണ് കേട്ടത്. നിങ്ങൾക്ക് ഇത് വെട്ടണമെങ്കിൽ പറ്റിയില്ലെങ്കിൽ അച്ഛനെയോ അമ്മേനെയോ കൊണ്ട്
എക്സ്ട്രാ ബ്ലേഡ് വെച്ച് വെട്ടിയാൽ മതി. വെട്ടാൻ സ്ലോ മോഷനിൽ ചെയ്തെടുത്തോ. ഇതെല്ലാത്തിനും ഇതുണ്ടോ? നല്ല കത്തിക്കാൻ നല്ല പാടാണ്. ഇതിൻ്റെ ഒടുക്കത്തെ പാടാണ്. ഇതിൻ്റെ ഇവിടെ ചൂടെ പഴുത്തിരിക്കും. ചുമ ഡിഫറൻസ് അല്ല. ചൂടെ പഴുത്ത് കേട്ടോ. നല്ല ചൂടുണ്ട്. വെള്ളം നനച്ച് തണുത്തിട്ട് വെള്ളത്തിൽ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് തണുത്ത്. പിന്നെയും തുടങ്ങാം. നല്ല കട്ടി. പിന്നെ വിദ്യാർത്ഥി വെച്ചാണ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കൈ മുറിയാൻ നോക്കണേ. നല്ല ആപത്തുള്ള സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കയ്യോല്ലോ പറഞ്ഞ.
കൊള്ളാം, വലയുണ്ട് അടച്ചിട്ട് ഈസി. ഈ ഭാഗം നമുക്ക് എന്തെങ്കിലും വേണ്ട, വെച്ച് കളയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വെച്ചു. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മളിതങ്ങനെ മുറിച്ചെടുത്തിരിക്കുകയാണ്. കഴിയണം. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴുകാം. ഇത് കഴുകിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്യാമറ ഞാൻ പിടിച്ചുകൊണ്ട് കഴിയുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഹലോ ഗൈസ്, എന്നിട്ട് ഇത് കഴുകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പാടാണ്, ഇങ്ങനെ കറവാണ്. അതുപോലെ വെളുപ്പിച്ച് അകത്തൂടെ അപ്പുറമൊക്കെ കാണാം. ഇപ്പോൾ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഒന്ന് വാട്ടർ പ്ലാൻ എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് എൻ്റെ ഈ ഒരു വാട്ടർ പ്ലാന്റാണ് കേട്ടോ. എന്നിട്ട് അതിൽ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട് ഇനി. അപ്പോൾ അതകത്ത് തന്നെ വളരും. ഇനി ഇതിൽ ഞാൻ ഇതിന് വേണം എടുക്കാൻ പോണേ. നമുക്ക് എടുക്കാം. ബാലൻസ് ചെയ്തിരിക്കുകയെന്ന് അറിഞ്ഞൂടെ. അയ്യോ ഗൈസ്, പിഴുതൊന്നു അതെങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് കുത്തി വയ്ക്കാം. ഇത് കുത്തി വെച്ചിട്ട് കാണാം. ഗൈസ്, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ സൈഡിൽ നിന്നാണ് കേട്ടോ ഗൈസ് ഞാൻ വയ്ക്കുന്നത്. ഇത് നിറയാൻ അത്യാവശ്യം സമയം എടുക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും നമുക്ക് നിറഞ്ഞിട്ട് കാണാം. നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം നിറച്ചപ്പോൾ ഒരു പണി കിട്ടി. മണ്ണ് കയറി അങ്ങ് കലങ്ങി. അതുകൊണ്ട് ഈ തെളിയുമ്പോഴത്തേക്കും വീണ ഇതാണ് വെളിയിൽ നിന്നുള്ള ലുക്ക്. അങ്ങനെ പിന്നെ ഇതാണ് വ്യൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.